വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ തീർന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പോളറോയിഡ്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാണ് ചെയ്യണത്. ഞാൻ സാധാരണ 99 രൂപക്ക് 35 ഫോട്ടോസാണല്ലോ കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കസ്റ്റമറിൻ്റെ അത്രയും ഫോട്ടോസ് ഇല്ല. സോ ഒരു 18 ഫോട്ടോസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് പാറ്റേൺ പേപ്പേഴ്സ് കുറച്ച് ഞാൻ ആ ബാക്കി സ്പേസിൽ പ്രിൻ്റ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഒരു ഷീറ്റ് വേണമല്ലോ, ഒരു A3 വേണമല്ലോ പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ളതിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തതാണ്. ഈ ഫോട്ടോസിൻ്റെ എണ്ണം 35 ആണല്ലോ. പക്ഷെ അതിൽ കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ സെയിം 99 രൂപയ്ക്ക് തന്നെയാണ് സെയിൽ ചെയ്യുക. കാരണം നമുക്ക് എത്ര ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ വരെ ഒരു A3 ഷീറ്റ് എന്തായാലും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഒരു A3 ഷീറ്റിൻ്റെ ചാർജ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പിക്കാണെങ്കിലും 35 പിക്സ് ആണെങ്കിലും നമുക്ക് ഒരു A3 ഷീറ്റ് വേണം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സെയിം പ്രൈസ് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വലുതാക്കി പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെന്ന് വെച്ചപ്പോൾ അവർക്ക് വേണ്ട, മിനി പോളറോയിഡ്സ് തന്നെ മതി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പീസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 3:30-4 മണിൻ്റെ ഇടയിലായിട്ട് എൻ്റെ ഡെസ്കിൻ്റെയും ഈ ബെഡിൻ്റെയൊക്കെ സൈഡിലായിട്ട് നല്ല സൺലൈറ്റ് വരും ഡയറക്റ്റ് ഈ വിൻഡോൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നല്ല രസമാട്ടോ അവിടെ മാത്രം കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ ഇവിടെ ഇരുന്നിട്ട് പാക്ക് ചെയ്യാമെന്ന്. കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ സൺലൈറ്റിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ബെഡിൽ ഇരുന്നിട്ടാണ് ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ ഡെസ്ക് ഉണ്ടല്ലോ ഈ വിൻഡോൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് വിൻഡോനെ ചാരി കറക്റ്റ് അതിൻ്റെ അളവിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചുമരിന് ചാരിയിട്ടൊന്നുമല്ലായിരുന്നു. കാരണം അതാകുമ്പോൾ എനിക്ക് നല്ല വെളിച്ചം കിട്ടുമല്ലോ. പിന്നെ അന്നാണെങ്കിൽ ഞാൻ അധികം ഈ ട്യൂട്ടോറിയൽസൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിന്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അധികം ഡെസ്ക് മാത്രം മതിയല്ലോ, റൂമൊന്നും ഫുള്ളായിട്ട് കാണില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമരടുത്തില്ലാത്തതുകൊണ്ടൊന്നും ചുമരിൽ ഒട്ടിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ മൂലക്ക് ഈ ഒരു കോർണർക്കാക്കി നിൽക്കിയിട്ടതാണ്. അപ്പോൾ ഇവിടെ കട്ടിലായിരുന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ റൂം മേക്ക് ഓവറൊക്കെ ചെയ്തത്. അങ്ങനെ അതാ ഞാൻ അവിടെ ഇരുന്നിട്ട് അതൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രോയറിൽ എടുത്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി കൊറിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് പാക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ അടുക്കളയിൽ പോയിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ 4 മണി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആണ്. അങ്ങനെ ഞാൻ കോഫി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആ നേരത്തെ ഉമ്മയില്ലായിരുന്നു വീട്ടിൽ. ഞാനും അമലും പിന്നെ എൻ്റെ വലിയ അനിയനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഓൽക്കും കോഫി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുകയാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാല് മാത്രമാണോ ഞാൻ യൂസ് ചെയ്യണേ എന്നുള്ളത് ഗുഡ് ലൈഫിൻ്റെ. ഞാനിത് മെയിനായിട്ടും യൂസ് ചെയ്യാനുള്ള കാരണം ഇങ്ങനെ പുറത്തൊക്കെ പോണ സമയത്ത് ഒരു 2-3 ഒക്കെ വാങ്ങി വെക്കും. ഈ മറ്റ് സാധാരണ മിൽമ പാക്കറ്റ് പാലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3-4 ദിവസം 2 ദിവസമൊക്കെ അല്ലേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു 2 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അത് തീർക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പാക്കല്ലേ ഒരു സമയത്ത് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുമ്പോൾ ചിലപ്പോൾ പാലുണ്ടാവില്ല. അപ്പോൾ ഈ പാലാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും, ഇതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതത്ര നല്ലതൊന്നും അല്ല എന്നാണ്. ആദ്യം ഞാൻ വിചാരിച്ചതിന് നല്ലത് തന്നെയാണെന്ന്. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഇത് ചിലപ്പം ഇത്രയും കാലം കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോലെ എന്തെങ്കിലുമൊക്കെ ഇത് ആഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ ഇതിന് വല്ലാണ്ട് യൂസ് ചെയ്യാതെ നോർമൽ പാൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഞ്ചസാരയും കോഫി പൗഡറും കുറച്ച് ചുടുവെള്ളം ആക്കിയിട്ട് ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെ കുറച്ച് ഫ്രോത്തി ആയിട്ട് വരും. എന്നിട്ട് പിന്നെ അതിലേക്ക് പാലൊഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഇൻസ്റ്റൻറ്റ് തട്ടിക്കൂട്ട് ക്യാപ്പച്ചിനോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആദ്യം ഓൽക്ക് രണ്ടാൾക്കുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കോഫിക്ക് കുറച്ചും കൂടെ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റൂമിൽ വന്നിട്ട് കോഫിയും പിന്നെ ഒരു കപ്പ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് കപ്പ് കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കഴിക്കുമ്പം ഉള്ളിൽ അങ്ങനെ വേറെ ഫ്ലേവറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാം ഒരു വാനില ഫ്ലേവറല്ലേ ഉണ്ടാവുക. പക്ഷേ ഇത് ഉള്ളിൽ ഗ്രീൻ കളറും പിസ്താഷ്യോ ഫ്ലേവറും ആണ് കേട്ടോ. വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലേവേർഡ് ആയിട്ടുള്ള കപ്പ് കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണേ. അങ്ങനെ അതൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഫോണിൽ പിൻട്രസ്റ്റിലും വെറുതെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫോണിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ആപ്പ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് പിൻട്രസ്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലിങ്ങനെ ഓരോന്ന് നോക്കാനൊക്കെ. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് കുളിക്കണതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ഡ്രസ്സ് ഉണങ്ങിയതോടെ മെഷീനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഉണങ്ങിയതൊക്കെ ഒന്നെങ്കിലും ബെഡിലിടും, അതല്ലാന്നുണ്ടെങ്കിൽ മെഷീനിൽ കൊണ്ടുവന്നിടും. അതും പരത്തിയിട്ടാണ് കേട്ടോ വെക്കുക. നല്ലോണം പരത്തി മാക്സിമം സ്ഥലത്ത് ആക്കിയിട്ടാണ് വെക്കുക. കാരണം അത് കാണുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് മടക്കി വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നല്ല ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര പെട്ടെന്ന് മടക്കി വെക്കൂല. അല്ലെങ്കിൽ ബെഡിലിടും, ബെഡിൽ പരത്തിയിട്ടാലും നമ്മൾ വേഗം മടക്കി വെക്കുമല്ലോ. സോ ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ മടിയുള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അതിനൊരു സമയവും കാലമൊക്കെ വരണം എന്നുള്ളൂ. അങ്ങനെ ഇതിലിപ്പോൾ ഇതാ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും വീട്ടിൽ നിന്ന് ഇടുന്നതും രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടും അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ രണ്ടും രണ്ടാക്കിയിട്ട് മടക്കി വെക്കുന്നുണ്ട്. കാരണം ഈ പുറത്തേക്ക് പോകുമ്പോഴാളൊക്കെ ഞാൻ എൻ്റെ ഷെൽഫിലാണ് വെക്കലുള്ളത്. അല്ലാത്ത വീട്ടിൽ നിന്ന് യൂസ് ചെയ്യണതൊക്കെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ആ ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് വെക്കലുള്ളത്. അതാണ് നമുക്കൊന്നും കൂടെ വലിച്ചു വാരി എടുക്കാൻ എളുപ്പം. പിന്നെ എൻ്റെ വീഡിയോസിൽ കുറച്ചായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് കളക്ഷൻ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കമൻറ്റ് ചെയ്യണുണ്ട്. അതായത് കുറച്ചധികം വീഡിയോസിൻ്റെ താഴെയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെയ്യാം എന്നുള്ളത്. എന്തായാലും ചെയ്യും കേട്ടോ. ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യും. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകണ്ടല്ലോ. ഇനിയിപ്പോൾ ചില സമയത്ത് എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ഇടുന്നതൊക്കെ ഷെൽഫിലും ബാക്കിയുള്ള വീട്ടിൽ നിന്ന് യൂസ് ചെയ്യണതൊക്കെ എൻ്റെ ഈ ഒരു ബാസ്ക്കറ്റിലുമായിട്ട് വെച്ചിട്ടുണ്ട്. ബാസ്ക്കറ്റിലും ഞാൻ മടക്കിയിട്ടൊക്കെ വെക്കും കേട്ടോ. പക്ഷേ അത് താഴെ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചെടുക്കുകയാണെങ്കിൽ മുകളിലുള്ളതിൻ്റെ കാര്യമൊക്കെ പിന്നെ കണക്കേകാരം എല്ലാം ഒരേ മാതിരിയാവും. എന്നാലും വെക്കുമ്പോൾ ഞാനിങ്ങനെ മടക്കിയൊക്കെ വെക്കും. പിന്നെ അത് ആ മെഷീനും 1-2 സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തോടെ തന്നെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ കണ്ടീഷണറും കുടയൊക്കെ. ഈ കണ്ടീഷണറൊക്കെ എങ്ങനെ ഇതിന് വന്ന് പെട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അതൊക്കെ ഞാൻ ഈ ഷാമ്പു ചെയ്യുന്ന ദിവസം ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ എടുക്കുകയുള്ളൂ. പിന്നെ എൻ്റെ കുടയും ജസ്റ്റ് വൃത്തിയായിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്രാവശ്യം, അതായത് ഈ മഴക്കാലം തുടങ്ങിയിട്ട് പുതിയതായി വാങ്ങിയിട്ടുള്ള കുടയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയെന്നല്ലാണ്ട് എനിക്കത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വാങ്ങിയതിൻ്റെ ശേഷം അങ്ങനെ വല്ലാതെ മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയുള്ള ആ ഒരു ഉൾപ്പൊട്ടലൊക്കെ ഉണ്ടായ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, അന്ന് പെയ്തേനു. പക്ഷെ അന്ന് നമുക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വെറുതെ മഴ പെയ്യുന്നുണ്ട് വിചാരിച്ച കുടയും ചൊടി പുറത്തേക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് പോണ സമയത്ത് കുട കൊണ്ടുപോകണം, അന്നൊന്നും പെയ്യൂല. പിന്നെ എന്തെങ്കിലും ഞാൻ എടുക്കാൻ പറഞ്ഞാൽ അന്ന് പെയ്യും ചെയ്യും. അപ്പോൾ പറഞ്ഞു തന്നത് ഇത് ഞാൻ വല്ലാതെ അങ്ങനെ യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി കുഴപ്പമില്ല, എന്തായാലും മഴയത്ത് മാത്രമല്ലല്ലോ, വെയിൽ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ റൂമിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെതാ കുറച്ചു നേരം പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പെയ്ത് തോർന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സീനാണിത്. അപ്പം അങ്ങനെ ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ മുറ്റത്ത് തന്നെയുള്ളൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഒന്ന് കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്, അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്, നമ്മൾ ഈ
കാലിക്കറ്റ് ബീച്ചിലൊക്കെ പോകുമ്പോഴും അല്ലാണ്ടും ഈ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് ഗ്രീൻ പീസും മുട്ടയൊക്കെ ഇട്ടിട്ടൊരു സ്നാക്ക് ഐറ്റം കിട്ടൂലേ, സ്നാക്കും അല്ലാതെ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. അപ്പോൾ അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. കാരണം ഗ്രീൻ പീസ് ഓൾറെഡി എൻ്റെ വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറ് നാളൊരു വിശപ്പില്ലാത്തതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ എനിക്കറിയില്ല. നമുക്ക് മുന്നേ ഒരട്ടം കഴിച്ച് നോക്കിയാലല്ലേ എങ്ങനെ ഉണ്ടാവും എന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെനിക്ക് മുന്നേ കഴിച്ചിട്ട് പരിചയമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പറയണത് കേൾക്കാം നല്ല ടേസ്റ്റാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയതിന് ശേഷം പിന്നെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കുക ചെയ്യണത്. സോ ആദ്യം കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടണുണ്ട് കേട്ടോ. അങ്ങനെ വല്ലാണ്ട് വാടണ്ട, എനിക്കങ്ങനെ വല്ലാണ്ട് വാടുന്നതും ഇഷ്ടമല്ല. കുറച്ചൊന്ന് വാടിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നായിട്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ ഈ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ കിട്ടിയതിൻ്റെ ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കൊന്നും കൂടെ എടുത്താൽ മതിയായിരുന്നു എന്ന് ലാസ്റ്റ് തോന്നി. ഒരു 3 എണ്ണമൊക്കെ എടുക്കായിരുന്നു. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പിന്നെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിക്കുകയാണ്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പം ഉണ്ടാക്കിയത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ റൂമിൽ വന്നതിന് ശേഷം കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് എനിക്ക് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഇതൊരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു എക്സ്പ്ലോഷൻ ബോക്സ് ഒക്കെ ചെയ്യാൻ പോണത്. പിന്നെ ഈ ഒരു ടൈപ്പ് എക്സ്പ്ലോഷൻ ബോക്സ് എന്ന് പറയുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ലാസ്റ്റായിട്ട് ആ ഒരു ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒന്ന് പുതിയത് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനങ്ങനെ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അതിക്ക് ആവശ്യമായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഒന്ന് ഇങ്ങനെ റഫായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനൊരു പിങ്ക് തീമിലാണ് കേട്ടോ ചെയ്യണത്. കളർ തീം ചോദിച്ച നേരം ഓല് പേർപ്പിൾ, പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂ ഞാൻ എന്തായാലും വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പേർപ്പിൾ മുന്നേ ഒരു കാണിച്ചെന്ന മോഡലുണ്ടല്ലോ ഞാൻ ചെയ്തത്, അപ്പോൾ അത് ഞാൻ പർപ്പിൾ കളറിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം പിങ്ക് ആക്കിയിട്ട് ഞാൻ പിങ്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഇട്ടതും ഓൾമോസ്റ്റ് ഒരു ഫ്ലോറൽ പിങ്ക് കളർ ഡ്രസ്സ്, ഇതും അതേമാതിരി. അപ്പോൾ അങ്ങനെ വെറുതെ വെച്ച് നോക്കിയതാണ്. പിന്നെ ഈ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ഒക്കെ സൈസ് ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയക്ക് എനിക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഐഡിയക്ക് അങ്ങനെ പ്രിൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അളവൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിലുള്ള വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, വൈറ്റ് ബോർഡർ, അതൊന്നും അങ്ങനെ നീറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒന്നും മെഷർമെൻറ്റ്സ് എനിക്കറിയില്ല എത്രയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് എന്തായാലും ഇനി ചെയ്യുമ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാം അവർ എത്രയെന്നൊന്ന് ചെറുതാക്കി വെച്ചു എന്നുള്ളൂ. പിന്നെ ഇതിൽ ടീത്ത്, നെക്ക്, ചിഹ്നം എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഞാൻ അംലൂനൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പ്രിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.